ഹലോ, കുട്ടികൾക്കൊക്കെ വെക്കേഷനായി. നമുക്ക് വേഗത്തിൽ ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയാലോ? ഒന്ന് നോക്കാം. അവരെല്ലാം എപ്പോഴും ചോദിക്കല്ലോ, അമ്മ എന്താ ചായക്ക് കടിയെന്ന്. നമുക്ക് വേഗത്തിൽ തന്നെ ഒന്ന് തയ്യാറാക്കാം. ഓക്കെ, ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്ന് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം. ചെറിയ ഫ്ലെയിമിൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂണിൻ്റെ അത്ര നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അണ്ടിപ്പരിപ്പെല്ലാം നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനെ നല്ലോണം ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലോണം ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഉപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയായിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കണം. അതിന് ശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിവിടെ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെയും കൂടെ കൊടുത്തു നമുക്കതിനെ ഒന്ന് മിക്സ് ആക്കണം. അതിന് മുമ്പ് നമുക്ക് അതിലേക്കൊരു 2-3 സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കണം. ഈ ആക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിന് നമുക്ക് ഇതിൻ്റെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മുട്ടയും ഈ നേന്ത്രപ്പഴത്തിൻ്റെ നെയ്യും എല്ലാം കൂടി ഇത് തന്നെ മതി. ഇത് കൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഒന്ന് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺപ്യൂറാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കും. നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഇങ്ങനെ കണ്ട നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇതിനെ ഓരോ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എണ്ണയൊന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഉരുട്ടിയ ഉരുളകൾ നമുക്ക് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനനുസരിച്ച് ഉണ്ടെങ്കിൽ തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കാം. ഉരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഒന്ന് നല്ല കോരിയെടുക്കണം. ഈ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലടിക്കണം. ഓക്കെ, ബൈ ബൈ, സീ യു. എന്ന് നിങ്ങളുടെ തുളസിയൻ പൂജ. അടുത്തമായി വീണ്ടും കാണാം എന്ന്. ബൈ ബൈ.